തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ, എന്തിന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലും വരുന്നതിന് മുമ്പേ കേരളത്തിൽ UDFിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സജീവമാകുന്നു. അത് സോഷ്യൽ മീഡിയയിൽ കൂടി നടക്കുന്ന ചർച്ചകളെ നമുക്ക് ആ വഴിക്ക് വിടാം. പക്ഷേ നേതൃതലത്തിൽ തന്നെ അത്തരം ചർച്ചകൾ ഉണ്ടാവുകയും നേതാക്കന്മാരുടെ പേരുകൾ അതിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കൾ തന്നെ പല ആളുകളുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഈ വോട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആ തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കന്മാരുമുണ്ട്, ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന തരത്തിൽ. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുന്ന ചർച്ചകളിൽ പ്രധാനമായി പറയുന്നത് പട നയിച്ചവൻ മുഖ്യമന്ത്രിയാകട്ടെ എന്നതാണ്. VD സതീശന് വേണ്ടിയിട്ടുള്ള വാദമാണ് ആ ഉയരുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നവർ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാളെ അനുകൂലിക്കുകയും മറ്റുള്ളവരെ നിഷ്കരുണം മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഈ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലൊന്നാണ് ഈ പട നയിച്ചവൻ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നടന്നത് ഒരു ഒറ്റയാൾ പോരാട്ടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം ഉണ്ടാകുന്നു എന്ന് ചുരുക്കം. അങ്ങനെ ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ തകർന്നുപോയ കോൺഗ്രസ്, അതങ്ങനെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കോൺഗ്രസ് ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ സമീപകാലത്ത് ഏറ്റവും സജീവവും സക്രിയവുമായിരുന്ന ഒരു ഘട്ടമാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം. സർക്കാരിലെ 5ഓളം മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നു. എത്ര അഴിമതി ആരോപണങ്ങൾ, അതിലെല്ലാത്തിലും U-ടേൺ അടിക്കേണ്ടി വന്നു സർക്കാരിന്. അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രതിപക്ഷം ഈ കാണുന്നത് പോലെയുള്ള വലിയ സോഷ്യൽ മീഡിയ അലമുറയിടലുകളൊന്നുമില്ലാതെ വളരെ കൃത്യമായി സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും സർക്കാരിനെതിരായിട്ടുള്ള ആയുധങ്ങളും പരമാവധി രാഗിയെടുത്ത് ഉപയോഗിച്ച ഒരു ഘട്ടം. അതിനുശേഷം പക്ഷേ ഈ കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ ഒരു സാന്ത്വനമായി നിന്ന സർക്കാർ എന്നുള്ള നിലയിൽ കിട്ടിയ അംഗീകാരം, അവിടെ നിന്ന് ആ നിരാശയിലാണ്ടുപോയ കോൺഗ്രസ് പ്രവർത്തകർക്ക് യഥാർത്ഥത്തിൽ ആത്മവീര്യം കിട്ടിയത് സുധാകരൻ KPCC പ്രസിഡന്റ് ആയപ്പോഴാണ് എന്നുള്ളത് ഇപ്പോൾ സുധാകരനെ തെറി വിളിച്ചു നടക്കുന്ന കോൺഗ്രസ് അനുഭാവികൾ പോലും അംഗീകരിക്കാതിരിക്കാൻ വഴിയില്ല. സുധാകരൻ KPCC പ്രസിഡന്റ് ആകുന്നു, ഞങ്ങളുടെ സിംഹം വന്നേ എന്നാണ് അന്ന് ഈ പറയുന്ന ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെയും പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിന് CUCകൾ, യൂണിറ്റ് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി അടിത്തട്ടിൽ കോൺഗ്രസ്സിനെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുന്നു. സക്രിയമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ സംഘടനാ പ്രവർത്തനങ്ങൾ സുധാകരൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സുധാകരനെ കൂടെ നിന്ന് നിരന്തരമായി സൈഡാക്കാനുള്ള ശ്രമം നടത്തിയത് ആര് എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് വ്യക്തമാണ്. സുധാകരൻ്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ തന്നെ അന്ന് സൈഡാക്കാൻ ശ്രമിച്ചത് ആരാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ പരോക്ഷ സൂചനയുമുണ്ട്. അപ്പോൾ സുധാകരനെ പോലും മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഇനി സുധാകരനെങ്ങാനും റോൾ എടുത്തു പോയാൽ, കാരണം ഇവിടെ UDF എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്, കോൺഗ്രസ് പ്രവർത്തകരെ തിരികെ പോരാട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ കരുത്ത് പകരുന്നത് സുധാകരനാണ് എന്ന് വന്നാൽ അത് തനിക്ക് ദോഷമാകുമെന്ന് ചിന്തിച്ച നേതാക്കൾ ആ നിലയ്ക്ക് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സുധാകരന് ഇടയ്ക്ക് അദ്ദേഹത്തിന് വന്ന ചെറിയ അസുഖങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കാനുള്ള നീക്കങ്ങൾ, അദ്ദേഹത്തെ സൈഡാക്കാനുള്ള നീക്കങ്ങളുണ്ടായി. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സണ്ണി ജോസഫിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയതിനു ശേഷവും UDF മൊത്തത്തിൽ എടുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് വലിയ ജീവൻ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ KPCC പ്രസിഡന്റുമാരെ ഇവിടെ അപ്രസക്തരാക്കുകയാണ്. പക്ഷേ ആ 2 KPCC പ്രസിഡന്റുമാരും പാർട്ടി എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി സംഘടനയെ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്, സംഘടനാ പ്രവർത്തനത്തിന് കരുത്തേകിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ കാലത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അത് സംഭവിച്ചില്ല എന്നതും വ്യക്തം. അപ്പോൾ ഇവിടെ പാർട്ടിക്കൊരു വലിയ റോളുണ്ട്, ആ പാർട്ടിയെ നയിച്ചവർക്കൊരു വലിയ റോളുണ്ട്. അതിനെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് പട നയിച്ചവൻ ഒറ്റയാൾ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ആത്മവീര്യം കൊടുത്തത് ഏതു വഴിയാണ് എന്നുള്ളതാണ്. ശരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ഇപ്പോൾ പാർട്ടിക്ക് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടന്ന പ്രതിഷേധ സമരങ്ങൾ പോലും
കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ യൂത്ത് കോൺഗ്രസിന് പങ്കുണ്ട്, കോൺഗ്രസിന് പങ്കുണ്ട്, അതിനെ നയിച്ചവർക്ക് പങ്കുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരാൾ പട നയിച്ച് അങ്ങനെ കേരളം മുഴുവൻ തരംഗം ഉണ്ടാക്കാൻ കഴിയുന്ന സാധനമൊന്നുമല്ല. ഇവിടെ ഇടതുപക്ഷത്തോട് കട്ടയ്ക്കു നിൽക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്ക്, പരസ്യങ്ങൾക്ക്, ഹോർഡിങ്ങുകൾക്ക് ഒക്കെ വേണ്ട പണം എവിടെ നിന്ന് വന്നു? ഈ പട നയിച്ചയാൾ ഒറ്റയ്ക്ക് കൊണ്ടുവന്നതാണോ? അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര്? ഇവിടെ സ്റ്റാർ ക്യാമ്പയിനർമാരെ ഇറക്കി കേരളമാകെ ഒരു തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചത് ആരുടെ മികവ് കൊണ്ട്? ഇവിടുത്തെ പ്രചാരണ സമിതിക്ക് ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു, അത് രമേശ് ചെന്നിത്തലയാണ്. AICCക്ക് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, അത് KC വേണുഗോപാലാണ്. KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അത് സണ്ണി ജോസഫാണ്. ഇനി അത് ഒന്നുമല്ല, അവിടെ എല്ലാം നിൽക്കട്ടെ, കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്തവരുടെ എണ്ണം പരിശോധിച്ചാൽ ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു തരംഗത്തിന് സമാനമായ വോട്ട് ഉയർന്നിട്ടുള്ളത് എന്നത് മനസ്സിലാകാം. പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം നിയോജക മണ്ഡലങ്ങളിൽ ആകെ പോൾ ചെയ്ത EVM-ൽ പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമ്പോൾ ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ, ലീഗിന് സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 10,000-നും 15,000-നും മുകളിലേക്ക് പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണം ഉയർന്നത് എങ്ങനെയെന്ന് ചിന്തിക്കണ്ടേ? ലീഗിൻ്റെ സംഘടനാപരമായ ഒരു മികവ് അവിടെ വ്യക്തമാണ്. നിലമ്പൂരിലെ ജയത്തിൻ്റെ 99.99% ക്രെഡിറ്റും ലീഗിനുള്ളതാണ്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ആരും കബഡി നിരത്തി പറയേണ്ടതില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ തിരിച്ചടിയല്ലേ UDF-നുണ്ടായത്? 19 സീറ്റ് ഉണ്ടായിരുന്നത് 18 സീറ്റായി കുറഞ്ഞില്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന തൃശ്ശൂർ നിയോജക മണ്ഡലം BJP പിടിച്ചുകൊണ്ടുപോയില്ലേ? അപ്പോൾ പിന്നെ ഭയങ്കരമായ വിജയങ്ങൾ സമ്മാനിച്ചു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉണ്ടാകുന്നതിന് പ്രതിപക്ഷ നേതാവ് അങ്ങനെ അവകാശവാദം ഉന്നയിച്ചില്ല, അദ്ദേഹത്തോട് ചേർത്ത് നിൽക്കുന്ന നേതാക്കന്മാർ ഉന്നയിച്ചില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുകയാണ്. ആ നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ നല്ല നേതാക്കന്മാരോടൊക്കെ ചെയ്യുന്ന ചതിയാണ്. 4-ാം തീയതി കഴിഞ്ഞ് അധികാരം കിട്ടിയാൽ മാത്രമല്ലേ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആവശ്യമുള്ളൂ. അതിൻ്റെ പേരിൽ ബാക്കിയുള്ളവർ ചെളിവാരി എറിയുന്നത് എന്തിനാണ്? ഇതൊരു ഏകപക്ഷീയമായ പോരാട്ടമാണ് എന്ന് പറയുന്നത് എന്തിനാണ്? PK കുഞ്ഞാലിക്കുട്ടിയും തങ്ങളുമൊക്കെ അടങ്ങുന്ന ലീഗിന് കൊടുക്കുന്ന മാർക്ക് പോലും യഥാർത്ഥത്തിൽ ഈ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ കഴിയില്ല. കാരണം നമ്മളെ മുന്നിൽ നിൽക്കുന്ന വോട്ട് കണക്കുകൾ അങ്ങനെയാണ്. അപ്പോൾ കോൺഗ്രസിനാണ് മുഖ്യമന്ത്രി പദത്തിന് സ്വാഭാവികമായ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുക. അതിന് കോൺഗ്രസിന് നിലപാടുകളുണ്ട്. ഒരു ജനകീയമായ ഇടപെടലും സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള ഇടപെടലും അതിനെ ബാധിക്കില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. നമ്മൾ എല്ലായിടത്തും അത് കണ്ടതാണ്. ഹിമാചൽ പ്രദേശിൽ കണ്ടതാണ്. അവിടെ പ്രതിപക്ഷ നേതാവിനല്ല മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത്, അവിടെ പാർട്ടിയിലെ ഏറ്റവും സീനിയറായിരുന്ന പ്രതിഭാ സിംഗിനോ അവരുടെ മകനോ അല്ല കിട്ടിയത്. ഇനി തെലങ്കാനയിലേക്ക് വന്നാൽ അവിടെ മുഖ്യമന്ത്രി പദം കിട്ടിയത് 1350 കിലോമീറ്റർ പദയാത്രയായി നടന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ BRS സർക്കാരിനെതിരെ വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കിയെടുത്ത പ്രതിപക്ഷ നേതാവായിരുന്ന മല്ലു വിക്രമാർക്കയ്ക്കല്ല, PCC പ്രസിഡൻ്റായിരുന്ന രേവന്ത് റെഡ്ഡിക്കാണ്. രേവന്ത് റെഡ്ഡിയുടെ ഇടപെടൽ ആ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരുന്നു. അതൊരു ഏകപക്ഷീയമായ പോരാട്ടമായിരുന്നില്ല എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് സംഭവിച്ചത്. കർണാടകയിൽ DK ശിവകുമാർ PCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എങ്കിലും അവസാനം മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനാണെന്ന് ഹൈക്കമാൻഡ് കണ്ടെത്തിയത് സിദ്ധരാമയ്യയാണ്. അതിന് പല ഘടകങ്ങളുണ്ടായിരുന്നു. നിയമസഭാ കക്ഷിയുടെ പിന്തുണയുണ്ടായിരുന്നു, സാമുദായിക സമവാക്യങ്ങളുടെ ഏകീകരണം ഉണ്ടായിരുന്നു. ഇത്തരം ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ അടിസ്ഥാനമാക്കി മാത്രമേ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയുള്ളൂ. ഇപ്പോൾ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന് അത് കൊടുത്തത് മോശമായി പോയി എന്ന് പറയുന്നവരുണ്ട്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യയെ പരിഗണിക്കാതിരുന്നത് മോശമായി പോയി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അപ്പോഴും കോൺഗ്രസ്സിന് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ചില നിയതമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇനി BJP തന്നെ പരിശോധിക്കും. BJP എങ്ങനെയാണ് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചത്? ഇപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണോ? അവരുടെ തെരഞ്ഞെടുപ്പ് നയിച്ച ആളുകളാണോ? ഒന്നുമല്ല. പുതിയ ആളുകളെ അവർ അവിടെ അവതരിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഒരുപാട് ചിന്തകൾ, ഒരുപാട് കണക്കുകൂട്ടലുകളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഇടത്ത് പരസ്പരം സ്വന്തം നേതാക്കന്മാരെ ചെളിവാരി എറിയുന്നതിന് നടത്തുന്ന ഈ പരിശ്രമങ്ങൾ, അതും തെരഞ്ഞെടുപ്പ് ഫലമോ എക്സിറ്റ് പോളോ പോലും വരാത്ത ഒരു സാഹചര്യത്തിൽ വളരെ വിഡ്ഢിത്തം നിറഞ്ഞതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.